മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്നവര് പറഞ്ഞു. അവര് പാടി മുസ്ലിയാക്കന്മാരെല്ലാവരും ഇപ്പൊ എന്ത് പറഞ്ഞു? മടവൂരാണ് പടച്ചോന് എന്ന് പറഞ്ഞു. പച്ച നോണല്ലേ ഇയാൾ ഈ പറയണത്? കഴിഞ്ഞിട്ട് ജവാഗി കൂടിയും പറയട്ടെ. അലവി സക്കാഫി ഉസ്താദിനോടാണ്. കിൽത്താൻ ദ്വീപിൽ വെച്ച് അലവി സക്കാഫിയുടെ പരിപാടിയിൽ വെച്ചിട്ട് പടച്ചോൻ വാദവുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിച്ച ഹുസൈൻ സലഫിയുടെ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം ഇടാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. കിൽത്താൻ ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽപ്പെട്ട ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ മുജാഹിദുകൾ ചെന്ന് അവിടെ കപ്പലൊക്കെ കയറി വരണമല്ലോ. അപ്പോൾ ഈ ആളുകളെ വേഗം പറ്റിക്കാൻ കഴിയുമെന്ന് കരുതി അവിടെ പോയി ഈ പാട്ട്, ഇതേ പാട്ട് അവിടെ തന്നെ, ഈ പാട്ട് തന്നെ അവിടെയും പോയി പാടി അയാൾ. അപ്പോൾ അവിടുത്തെ പ്രവർത്തകന്മാർ, ഉത്ബുദ്ധരായ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും ഒക്കെ പ്രവർത്തകർ യോഗം കൂടി ഉടനെ അതിനൊരു മറുപടി വെക്കാനും അതുപോലെ ഒരു മുഖാമുഖം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഞങ്ങൾ പോയി. അൽഹംദുലില്ലാ 2 ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിരുന്നു പരിപാടി. ആ 2 ദിവസവും ഗംഭീര പരിപാടി. കിൽത്താൻ ദ്വീപിൻ്റെ ചരിത്രത്തിൽ അത്രയും വലിയ ഒരു സഞ്ചയം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ പഴമക്കാരൊക്കെ പറയുന്നുണ്ട്. അത്ര വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിൽ അയാൾ ഒരു വലിയ വിടുവായിത്വം പറഞ്ഞു. അതെന്താ? മുസ്ലിയാക്കന്മാർ സുന്നികളായ നമ്മളെക്കുറിച്ച്, മുസ്ലിയാക്കന്മാരെന്നും പറയും ഇടക്ക്, സുന്നികൾ സമസ്തക്കാരെന്നും പറയും, അങ്ങനെ നമ്മളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് പടച്ചോൻ അത് മടവൂരാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവർ പറയുന്നത്, വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇവർ പറയുന്നത് അതല്ലാന്ന് പറയാൻ ഇവർക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മൂപ്പര് ഭയങ്കര സംഭവമാക്കിയെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ ആ ക്ലിപ്പ് ഞാൻ എടുത്തിട്ട് അതവിടെ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിയാക്കന്മാർക്ക് ഇതെല്ലാന്ന് പറയാൻ അവർക്ക് കഴിയില്ല. എന്ത്? മടവൂരാണ് ഞങ്ങളെ പടച്ചോന് എന്ന് അല്ലാതെ പറയാൻ അവർക്ക് കഴിയില്ല, അങ്ങനെ എല്ലാന്ന് പറയാൻ അവർക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇത് ഭയങ്കര പറച്ചിൽ. ഈ ക്ലിപ്പിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിട്ട് ഞാൻ അവിടെ അങ്ങ് പ്രസംഗിച്ചു. പച്ചക്കള്ളാണ് നമ്മളെ കൊണ്ട് ഈ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ ക്ലിപ്പ് കണ്ടോട്ടി ഒന്ന് ഇട്ട് കൊടുക്കുക, ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ അവിടെ ഇട്ട ക്ലിപ്പ് ഏതാണ്, എന്താണ് അതിന് തകരാറുള്ളത് നിങ്ങളൊന്ന് കേൾക്കി. അപ്പൊ ഇയാളെ കളവ് കയ്യോടെ പിടികൂടിയതിലുള്ള ജാള്യതയാണ്. ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ, അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറയാത്ത വർത്തമാനമാണ് ഇന്ന് പറയുന്നത്. അറേബ്യയിലെ അബൂജഹലടക്കമുള്ള മുശ്രിക്കുകൾ പോലും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ഒരൊറ്റ മുശ്രിക്കും അള്ളയല്ലാതെ വേറൊരു പടച്ചോനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ, ആ മുസ്ലിയാക്കന്മാരില്ലേ, അവരിന്ന് എവിടെ എത്തി? മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്നവര് പറഞ്ഞു. അവര് പാടി. മുസ്ലിയാക്കന്മാരെല്ലാവരും ഇപ്പൊ എന്ത് പറഞ്ഞു? മടവൂരാണ് പടച്ചോന് എന്ന് പറഞ്ഞു. പച്ച നോണല്ലേ ഇയാൾ ഈ പറയണത്? കഴിഞ്ഞിട്ട് ജവാഗി കൂടിയും പറയട്ടെ. പറഞ്ഞു തുടങ്ങി, ഞങ്ങളെ പടച്ചോൻ മടവൂര് തന്നെയാണ്. നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചല്ലാതെ അത് പറയാൻ ധൈര്യപ്പെടുമോ? കാരണം സ്നേഹത്തോടെ റഹ്മാനായ റബ്ബ് ചോദിച്ച ചോദ്യമാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. ശരിക്ക് കുറിച്ചു വെച്ചോളണം, ഞങ്ങളുടെ പ്രസംഗത്തിന് പോകരുതെന്ന് പറയുന്നവർക്കും ഇത് കേൾക്കാതെ ഉറങ്ങാൻ കഴിയൂലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തോ, നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചോ. എന്നിട്ടും മാന്യമായി നിങ്ങൾ മറുപടി പറഞ്ഞോ. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളുടെ മേലെ പറയുന്നതിന് പകരം റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത്, ആരുണ്ടടോ അള്ളയല്ലാതെ പടച്ചവനാരുണ്ട്? സർവ മുസ്ലിമീങ്ങളും സർവവിശ്വാസികളും ലോക ജനത മുഴുവനും അള്ളാഹു മാത്രമാണ് പടച്ചവനെന്നല്ലാതെ
മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിഞ്ഞോളീ എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പോലെ ലോകത്ത് ആരെങ്കിലും അല്ലാഹുവല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന വാശിയിലെത്തി. ഹൂ അല്ലാ ഹൂ അല്ലാ എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്? ഹൂ ഹൂ ആരാ? ഹൂ ഹൂ മടവൂര്, ഹൂ ഹൂ മടവൂര്. അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്ന് പറയാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? കണ്ടോ, ഏത് മുസ്ലിയാന്മാർ അതല്ല എന്ന് പറയാൻ ഏത് മുസ്ലിയാന്മാർക്കാണ് സാധിക്കുക? നിങ്ങൾ ചിന്തിക്ക്. ഇത് ഇയാൾ വേങ്ങരയിൽ പറഞ്ഞില്ലല്ലോ, ഇത് ലക്ഷദ്വീപിൽ പോയിട്ടാണ് പറഞ്ഞത്. എന്താ അവിടെ ആരും കേൾക്കാനും പിടിക്കാനും ഇല്ലല്ലോ എന്ന് കരുതി ഈ പോഴത്തക്കാരൻ മഹാസാധു. ഇതാണ് ഇതിലെ വിഷയം. പറയട്ടെ ബാക്കി കൂടി. മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക. കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ്. കണ്ടോ, അവിടെ ഇതാണ് ഞാൻ അവരെ അവിടെ ഇട്ടത്. സമുദായത്തെ മുമ്പേ മുസ്ലിയാക്കന്മാരായ സുന്നികളായ മുസ്ലിയാക്കന്മാർക്ക് മടവൂരാണ് ഇത് നമ്മളെ പടച്ചത് എന്നാണ് മുസ്ലിയാക്കന്മാരായ നമ്മള് അവിടെ എല്ലാ ആളുകളെയും പഠിപ്പിച്ചത് എന്ന് പാച്ച നോണ ഇയാള്. ഇതിനൊക്കെ പറയാ, എന്നിട്ട് അതിങ്ങനെ പാട്ട് കടി ഇങ്ങനെ പറയും ചെയ്യാം. ഇത്ര വൃത്തികെട്ട ഒരു സ്വഭാവം നിങ്ങളറിയോ? ഈ ക്ലിപ്പ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ ഇട്ടു. അതിൽ നിന്ന് ഞാൻ അവിടെ ഇട്ടപ്പോൾ നിങ്ങളെ കുറിച്ച് വെച്ചോളി എന്നല്ല, ആ ഭാഗം ഞാൻ ഒഴിവാക്കിക്കണേ, നമ്മളെ വിഷയത്തിൽ പെട്ടതല്ലല്ലോ. അങ്ങനെ അത് ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടു. ഇത് ഇട്ടപ്പോൾ കള്ളത്തരം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അവിടുത്തെ സാധാരണക്കാർ, ആ ലക്ഷദ്വീപിലുള്ള ആളുകളല്ലേ, അവരൊന്നാകെ ഇത് കണ്ട് അവരൊന്നടങ്കം പറഞ്ഞു ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്കാരും അങ്ങനെ പടച്ചോനാണ് മടവൂരാണ് പടച്ചോന്ന് വിശ്വാസമില്ല. എല്ലാവരും പറഞ്ഞു